ഇവിടേക്ക്? ആമിനാന്റെ മേത്തൊരു ബാധ കേറിക്കണ്. ഏത് ബാധ? ചിത്തയ്യക്കുട്ടി ഉമ്മ, ഓടെ ഉമ്മ. നമ്മളെ വേണ്ട ഏത് ഉമ്മാണ് ഓക്ക്? അങ്ങനെ ഒരു ഉമ്മ നമ്മുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുറച്ച് നാളായി നമ്മൾ ചിലതൊക്കെ കേൾക്കണേ. നേരെ അറിയാന്ന് വെച്ചിട്ട് വന്നതാ നമ്മളിപ്പോ. ആമിനെവിടെ? അറയിലിട്ട് പൂട്ടിക്ക. പിടിച്ചിറക്കിക്കൊണ്ട് വേണ. മന്ത്രതന്ത്രങ്ങൾ തീർന്നിട്ടില്ല, തീർക്കാതെ തുറക്കാൻ പറ്റില്ല. അവന്റെ ഉപ്പുപ്പാന്റെ ഒരു മന്ത്രം. തുറക്കാൻ പാടില്ല. ചവിട്ടി പൊളിക്കട. ഇറങ്ങി മാടി. ദാണ്ടോ നമ്പൂരി എന്റെ ബാധ ഒഴിപ്പിക്കല്. ഇവനിവിടെ ഇതൂട്ടി നമുക്കൊന്നും തിരിയണില്ല. ബാധ ഒഴിപ്പിക്കാനെ കൊണ്ടെന്ന് പറയാ, എന്നിട്ട് മടപ്പള്ളിക്കാരുടെ മാനം കെടുത്ത് നടക്കുന്ന ഈ ബലാല്. ഞമ്മക്കൊന്നും തിരിയണില്ല. ഇവൻ എങ്ങനെ നിങ്ങളെ പൊരയിൽ വന്ന് പറയാനാ പറഞ്ഞത്? ചതിയ. നമ്മളെ കായ്ഭാഗ്യം വിണിഞ്ഞിട്ട് ഈ നമ്മളെ തന്നെ ചതിക്കായിരുന്നു. അല്ലടാ കള്ളപ്പന്നി. അപ്പൊ ഇങ്ങക്ക് ഹറാം പറഞ്ഞവനെ നേരത്തെ അറിയാലേ? ഞമ്മക്ക് തിരിമറിന്റെ ഒക്കെ നേരെ അറിയണം. തുണ്ടം തുണ്ടാക്കി അറക്കും നമ്മള്. എല്ലാത്തിനെയും പിടിച്ച് കെട്ടടാ. അതിനു മുമ്പ് ഈ ഹറാം പറഞ്ഞവരോട് നമുക്കൊന്ന് ചോദിക്കാനുണ്ട്. എന്താ എന്റെ തീരുമാനം? ഈ ഇപ്പൊ ഞമ്മന്റെ ഓടണം അതോ ഇവിടെ നിൽക്കണം? നിങ്ങൾ പറയണ പോലെ എന്താ അങ്ങനെ ഓടി രക്ഷപ്പെടണ്ടോ? ഞങ്ങൾക്ക് കിട്ടും. ഇവനെ ഈ കളത്തിലിട്ട് ചവിട്ടി കൊല്ലും നമ്മള്. അയ്യോ അതിന്റെ പോലെ ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഹിന്ദുക്കളെ നാട്ടിക്കാനായിട്ട് ഇതേപോലെ കൊറോണ ഇറങ്ങിണ്ട. ഇവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. കലന്തരി അബ്ദുലൊന്നും കാണാനില്ല. കുറെ കൂട്ടിയെടുക്കുക. അടിച്ച് പൊളിക്കണല്ല. നിങ്ങളും കാട്ട് ബന്ന ആരെങ്കിലും കണ്ട? ഇല്ല. തിന്നാൻ വെള്ളം കുണ്ടുന്ന മൊയിലാര് ഇന്നലെ കാലത്ത് ഇത്തിരി ചായന്റെ വെള്ളം കുടിച്ചതാ. പഴിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. മൊയ്തൂട്ടിന്റെ ആളുകൾ നിങ്ങളെ രണ്ടാളെയും തേടിയിട്ട് നാട് മുഴുവൻ അരിച്ച് പെറുക്കുന്നുണ്ട്. നനച്ച കണക്ക് കാര്യങ്ങൾ നീങ്ങിട്ടിരുന്ന അപ്പഴാ കള്ളജാമികൾ കയറി വന്നത്. ഇരുന്തലക്കാടനെ ഹിന്ദുക്കള് കൈയും കാലും കെട്ടിയിട്ട് ഒരു തോണി കയറ്റി ഒഴുക്കുള്ള വെള്ളത്തിൽ തള്ളിവിട്ടെന്നാ കേട്ടത്. അപ്പൊ നമ്മളെ കൈ കിട്ടിയ ഒരു പുഴുങ്ങിട്ട് മുളകിട്ട് തിന്നും. പക്ഷേങ്കില് മൊയ്തൂട്ടി കലന്തന്റെ പര തല്ലിപ്പൊളിച്ചത് തെറ്റായി പോയിന്നാ പള്ളിയിലെ കത്തിയും പറഞ്ഞത്. മൂപ്പരെ നമ്മളൊന്ന് പോയി കണ്ടു നോക്കട്ടെ. ആമനാന്റെ ഭർത്താനമല്ല അറിയൂ. ആദ്യം അന്റെ തടി വടക്കാക്കാതിരിക്കാനുള്ള ഭയം നോക്കട്ടെ, പിന്നെയല്ലേ ആമന. നിങ്ങൾ ഹത്തീബിനെ കൂട്ടിപ്പോയി ഒന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കും മൊയ്ലിയരെ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുള്ളൂ. ആരും പോയില്ലേ? നീ എന്താ വേണ്ടേ? എല്ലാരും എന്തിനാ ഇവിടെ നിൽക്കണേന്ന്? കൂന്താലി കടവത്തെ മുന്തിയ തറവാടായതാന്ന് ചോദിച്ചാ ആളുകൾ പറയായിരുന്നു കോലറക്കലെന്ന്. മടപ്പുള്ളിന്ന് ഒരു പെണ്ണുവിടെ വന്ന് കയറിയിട്ട് ആ പേരും പെരുമയും കളഞ്ഞു കുളിച്ചു. മൊയ്തൂട്ടി അജനെ വൈ കണ്ട മാറിയെന്ന് കുമ്പിട്ടവരൊക്കെ ഇപ്പൊ വായ്പത്തി ചിരിക്കുക. അതിപ്പോ വേണ്ട, നിങ്ങൾ ഒരു ന്യായവും ഞമ്മക്ക് കേക്കണ്ട. ഓളെ എന്താക്കണമെന്ന് ഞമ്മക്കറിയാം. നിങ്ങൾക്കറിയോ ഓളെ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന്? മയക്കം വന്ന് വീണ് മയ്യത്തായ ഓളെ ഉമ്മുമ്മാനെ ഉപ്പൂപ്പാനെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഓനെ കൊണ്ട് ഞമ്മളെ തലയിൽ തേങ്ങ വെട്ടി ഇടിപ്പിച്ച് ഇതെല്ലാം പോരാത്തേന് അടിച്ച് തൊയിച്ച് കടിച്ച് പറിച്ച് ഇനി ഞമ്മളോളെ വിടൂല. ഈ പൊരേന്നോൾ എത്ര പഠിച്ചാലും പുറത്തു പോവില്ല. നിങ്ങളുടെ വിഷമം ഞമ്മക്കറിയാം. പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന പ്രായത്തില് പെൺകുട്ടികളാവുമ്പോ ഒരാണിനിഷ്ടായി എന്നൊക്കെ വരും. പക്ഷേ നിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പിളേന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പഴയതൊക്കെ കണ്ട് മറക്കും. എന്നിട്ട് ഓളി വരെ മറന്നില്ലല്ല. അതൊക്കെ ആറാം പറഞ്ഞ ചെയ്ത പണിയല്ലേ? ഓനിവിടെ ഒന്ന് ബെടക്കാക്കില്ലല്ല. ഞമ്മക്കൊരു പെണ്ണേ ഉള്ളൂ. ഓളെ നമ്മൾ അനക്ക് നിക്കാഹ് കഴിച്ചത്. നീ പടച്ചോം എന്ന് പറഞ്ഞാലും ഓൾ എന്റെ മോളാണെങ്കിൽ മൊയ്തൂട്ടിന്റെ വീടരായിട്ട് ഈ പൊരെ കഴിയും. എന്നാ ഞമ്മളെ മുമ്പിൽ വെച്ച് ഓളത് ഞമ്മളോട് പറയണം. നിങ്ങൾക്കത് പറയിപ്പിക്കാൻ കഴിയും. ഇങ്ങോട്ട് ആരാണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. എന്താ വേണ്ടേ? എല്ലാരും എന്താ മൊയിലാരെയും കൊണ്ട് ഇവിടെ? മൊയ്തൂട്ടിയെ, ഈ ആ കലന്തന്റെ പരയെ കയറി എല്ലാം തച്ച് പൊട്ടിച്ചോന്ന് കേൾക്കണ്. ഓന്റെ പൊരയല്ല, കൈ കിട്ടിയിരുന്നെങ്കിൽ ഓന്റെ തല നമ്മൾ തല്ലി പൊളിക്കായിരുന്നു. സെയ്ത്താന്റെ പണിയും കൊണ്ട് നടക്കുന്ന ഈ ബലാലുണ്ട് ഓന്റെ കൂടെ. അത് ഇപ്പോ ന്യായമുള്ളിടത്തൊക്കെ നമ്മളുണ്ടാവും. വല്ലോന്റെ വീടരെ റാഞ്ചാൻ നടക്കുന്നതാണോ അന്റെ ന്യായം?
ഒരു ഇസ്ലാമിന്റെ പുറയിലുള്ളവരെ ആ നമ്പൂരിച്ചന്റെ പൂജയ്ക്ക് മന്ത്രത്തിന് കൊണ്ടുപോയി കുത്തിരിപ്പിക്കലാണോ എന്റെ ന്യായം? ന്യായവും ന്യായക്കാരൊക്കെ നോക്കാൻ ഇന്ന് നാട്ടിലെ പള്ളിയും പള്ളിക്കാരന്മാരുണ്ട്. കലന്തന്റെ പുറയെന്ന് 15,000 ഉറുപ്പിയയും 20 തപ്പ് വെളിച്ചെണ്ണയും കളവ് പോയിട്ടുണ്ട്. എവിടെയത്? 15,000 ഉറുപ്പ്യക്ക് നമ്മൾ അരിവുണ്ട വാങ്ങിയിട്ട് മിണുങ്ങി 20 തപ്പ് വെളിച്ചെണ്ണ തലയിൽ കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുളിച്ച് പോയി പണി നോക്കിയേ. മൊയ്തുട്ടിയെ ഇജ്ജ് വെറുതെ കൊസറ പറയാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തിരിക്കുന്നത് അബ്ദു ആമിനെയാണ്. ആ ചേലിക്ക് രണ്ടാളെയും കൂട്ടി നിർത്തി ചോദിച്ചാലേ അനക്ക് വന്ന നാണക്കേട് മാറ്റാൻ പറ്റൂ. അതിനാ നമ്മളിപ്പോ വന്നിരിക്കണേ. നാണക്കേട് വന്നത് ഞമ്മക്കല്ലേ, അത് നമ്മൾ സഹിച്ചോളാന്ന്. പൊയനോട് പിണങ്ങി പുറം നനയ്ക്കാഞ്ഞാലേ പുറം നാറുന്നേ ഉള്ളൂ, പൊയക്കൊന്നും ആവൂല. ഇജ്ജ് അത് മറക്കണ്ട. ഇത് നമ്മളെ പുറയിലെ കാര്യമാണ്. അതെന്താക്കണമെന്ന് ഞമ്മക്കറിയാം. അതിന് നാട്ടുകാരുടെ പള്ളിയുടെ സഹായം ഞമ്മക്ക് വേണ്ട. അബ്ദുവിനോട് പറഞ്ഞേക്ക്, നീ ഓനെ ഈ നാട്ടിൽ കണ്ട അറുത്തറുത്ത് നമ്മള് നായിക്കിട്ട് കൊടുക്കുന്നു. ഈ വെറുതെ ബില്ലാക്കോളത്തുണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം, പള്ളിയും സമുദായവും പറയുന്ന കാര്യങ്ങൾക്ക് ഇജ്ജ് കൂട്ടുന്നില്ലെങ്കിൽ ന്യായം നടത്താൻ നമ്മൾ എന്റെ കൂടെ ഉണ്ടാവൂല. അബ്ദു ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഓന്റെ മേത്ത് തൊടാൻ അന്നെ നമ്മൾ വിടൂല. ഇല്ല, അവ പോണ്. അവനെ വിശക്കുപ്പി എടുത്തിട്ട് മുറിക്കാരി കഥ പഠിച്ചിരിക്കുന്നു. ഈ മുറിന്റെ അകത്ത് കയറിയല്ലപ്പം നമ്മൾ വിഷം കഴിച്ച് ചാവും. കാട്ടുമണ്ണിനെ കൊല്ലാൻ പോകുന്ന വിഷ കഴിച്ച അപ്പ ചാവും. എന്താ കാര്യം? നിങ്ങളെ മോള് പറയണത് കേട്ടാ, നമ്മള് മുറി കയറിയ അവള് വിഷം കഴിച്ച് ചാവുന്നു. ഈ ബബരക്കടൊന്നും കാട്ടില്ലേ? പാലിറക്കി വേണ്ട. എന്തായാലും ബാപ്പക്ക് എന്താ? ഇറച്ചിക്കോയിന് കൊടുക്കും പോലെ കൊല്ലം കൊടുത്തതല്ലേ ബാപ്പങ്ങൾ എന്നെ. ഇനിയിപ്പൊ വിഷം കഴിച്ച തൂങ്ങിച്ചത്താൻ അറിയാനെ കൊണ്ട് നിൽക്കാണ്ട് പൊയ്ക്കോളെ. ആമിനെ ചത്തുപോയെന്ന് കരുതിട്ട് ഇവിടുന്ന് പൊയ്ക്കോളെ എല്ലാരും. ഓള് നമ്മളെ തോപ്പിക്കാൻ നോക്കാണ്. ചാവുന്നെങ്കിൽ ചാവട്ടെ. പക്കെങ്കില് ഓളെ കുയിച്ച് മൂടുന്നത് വരെ ഓളെ മയ്യത്ത് കട്ടിലിന്റെ ഒരു കാല് പോലും ഓനെ നമ്മൾ കാണിക്കൂല. എന്തിനുള്ള പുറപ്പാട് അബ്ദു? ഇക്കെന്റെ പെണ്ണിനെ വേണം. ഒരിടത്തോള് വിഷം കഴിക്കാൻ ഒരുമ്പിട്ട് നിൽക്കണ്. ഇവിടെ ഇജ്ജ് ഓളെ തന്നെ വേണമെന്ന് പഠിച്ചു നിശ്ചയിച്ചേ. ഇത് നടക്കില്ല എന്ന് വെച്ചാ വേണ്ടെന്ന് വെച്ചോളി. രണ്ടാളും കൂടണ്ടെന്നായിരുന്നു പടച്ചോന്റെ നിശ്ചയെങ്കില് നമ്മുടെ കൽവിൽ ഓനെന്തിനാ ആമിലൊരു ചെടി വെച്ച് വളർത്തി മലയാക്കിയത്? വളർത്തിയത് ഓര് തന്നെ, ഇപ്പൊ വെട്ടിക്കളയാൻ പറയണത് ഓര് തന്നെ. നിങ്ങളെങ്കിലും ഇത്തിരി പുത്തി പറഞ്ഞു കൊടുക്കുക ആചാരെ. മോനെ അദ്ദു, തത്ത പറന്നു പോയിട്ട് പിന്നെ കൂടടച്ചിട്ട് എന്താ കാര്യം? ഇല്ല, നമ്മൾ ഓക്ക് വേണ്ടിട്ടാ ജീവിച്ച്. വേറെ ഭയം ഇല്ലാച്ചാല് ഓക്ക് വേണ്ടിട്ട് എന്നെ ചാവും. ഇപ്പൊ നടക്കാൻ പോണ നമ്മള് പറയാം. ആ കള്ളപ്പായ മൊയ്തൂട്ടി ഭോജരാജാവായ തമ്പുരാൻ എന്ന് പറഞ്ഞാലും മോളെ വിടൂല. അങ്ങനെയായാലും ഓള് വിഷം കുടിച്ച് ചാവും. എന്റെ ആമിലേക്ക് എന്തെങ്കിലും ആയാല് മൊയ്തൂട്ടിനെ കൊന്ന പൊരയ്ക്ക് നമ്മൾ തീ വയ്ക്കും. എന്നിട്ട് തീയിൽ നമ്മൾ ചാടിച്ചാവും. ചത്തോളി, എല്ലാരും ചത്തോളി. ആമനിക്ക് വേണ്ടിട്ട് മാത്രം പുറന്നല്ലേ ഇജ്ജ്? ഈ ദുനിയാവില് ബായുന്ന കാലം മുഴുവനും അനക്കും ഈ എത്തി മകൾക്കും വേണ്ടിട്ട് മാത്രം ബായുന്നോളാ ഈ സുബൈദ. എന്നെ മറന്നാളാ. ബാക്കിയെങ്കില് ഇക്കുട്ടികൾ എന്ത് പയച്ച് ഇക്കന്റെ നിക്കാഹ് നടക്കണത് കാണാൻ വേണ്ടിട്ട് കാതിലും കയത്തിലും ഉള്ളതൊക്കെ ഊരി തന്നവരാ ഇവര്. ഈ തീ ചാടിയിട്ട് ഓരെന്താ ചെയ്യണ്ടെന്നൂടെ പറയ്. കണ്ട ആണുങ്ങളെ പൊരയിൽ കയറ്റി കിടത്തി കായുണ്ടാക്കി ജീവിക്കണ, അതോ ഓരോ അന്റെ കൂടെ തീ ചാടണ? പറയ്. അബ്ദു മരിച്ചാലും എന്റെ പെങ്ങന്മാർക്ക് പേച്ചും തണ്ടി ജീവിക്കേണ്ടി വരില്ല. ഇങ്ങൊക്കെ കഴിയാനുള്ള പണം ഇതിനകത്തുണ്ട്. ഈ കാക്ക പോയാലും എന്റെ പൊന്നുമക്കളെ സുഖമായിട്ട് ജീവിക്കണം. പക്കെങ്കിലും ഇഷ്ടമല്ലാത്ത ആണെടുത്തന്റെ കൂടെ ഒരു ദിവസം പോലും ജീവിക്കരുത്. അങ്ങനെ വേണ്ടി വന്നാലേ പുഴയിലെ കെട്ടിലെ ചാടി ചത്തോണം. മോനെ എന്തൊക്കെയാണ് അഞ്ചു പൊലമ്പണേ. ഭയ്യാത്ത ഈ അബ്ദുവിനൊന്നും താങ്ങാൻ കഴിയുന്നില്ല. വിവരക്കേടാണ് പറയണ ഈ മാപ്പാക്കി. ഇക്ക് വേണ്ടി ചാവാനായിട്ട് എന്റെ പെണ്ണ് നിൽക്കുമ്പോ നമ്മളിങ്ങനെ അവളെ മറക്കുക. എന്നെ വേണമെന്ന് അവളുടെ കൽബ് തുടിക്കണ വരയ്ക്കും ഓക്കായിട്ട് നമ്മളുണ്ടാവും. പിന്നെ ആമിനെ ഇല്ലാണ്ടായാല് ഈ അബ്ദു ഉണ്ടാവില്ല.